യുകെയും ഓസ്ട്രേലിയയും പോർച്ചുഗലും അടക്കം 10 രാജ്യങ്ങൾ പലസ്തീനെ രാജ്യമായി അംഗീകരിച്ചത് കഴിഞ്ഞ ദിവസമാണ്. ഇതിന് പിന്നാലെയാണ് ഈ തീരുമാനത്തിൽ അനിഷ്ടം പ്രകടിപ്പിച്ചും ജോർദാനും നദിക്ക് പടിഞ്ഞാറ് ഇനി പലസ്തീൻ എന്നൊരു രാജ്യം ഉണ്ടാകില്ലെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രസ്താവന പുറത്തിറക്കിയിരുന്നു. ഇസ്രായേൽ സൈന്യം ഗാസ പിടിച്ചെടുക്കാൻ കരയുദ്ധം ആരംഭിച്ചത് ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ്. അതിനു മുന്നോടിയായി ഗാസയിലെ വലുപ്പമേറിയ കെട്ടിടങ്ങൾ ഓരോന്നായി അവർ തകർത്തു. ഇതുവരെ 65,000 സാധാരണക്കാരായ പലസ്തീൻ പൗരന്മാരാണ് മരിച്ചത്. ഇതിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നു. ഹമാസിനെ നിരായുധരാക്കാമെന്ന പ്രഖ്യാപനം. ഗാസയിൽ കരവഴിയുള്ള ആക്രമണം ആരംഭിക്കും മുൻപ് ഹമാസിനെ നിരായുധരാക്കാമെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചിരുന്നു. അവരുടെ ഫണ്ടിങ്ങും അടിസ്ഥാന സൗകര്യവുമെല്ലാം തകർക്കുമെന്നായിരുന്നു ഇസ്രയേലി ഭരണകൂടത്തിന്റെ വാദം. ഇതിന്റെ ഭാഗമായി ഗാസയിലെ കെട്ടിടങ്ങളെല്ലാം തകർക്കപ്പെട്ടു. ഇപ്പോൾ ജനങ്ങൾ സൈന്യം കാട്ടിത്തന്ന വഴിയിലൂടെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഒരു ഘട്ടത്തിൽ ഹമാസിന് അടിയറവ് പറയേണ്ടി വരും. ചർച്ചകളിലൂടെ അത് സംഭവിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ സമയം തീർന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. ഹമാസിനെ തുരത്തുന്നതിനെ കുറിച്ച് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിന്റെ പ്രതീക്ഷ ഇങ്ങനെയാണ്: ഗാസയിൽ ഇന്നുവരെ കൊല്ലപ്പെട്ട 10,000 പേരിൽ വളരെ കുറച്ചു പേർ മാത്രമാണ് ഹമാസിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ. ബാക്കി ജീവൻ നഷ്ടമായത് സാധാരണക്കാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കുമാണ്. ഹമാസിന്റേത് ശക്തമായ ശൃംഖല. ഇസ്രായേൽ ഹമാസ് ഏറ്റുമുട്ടൽ ചരിത്രം പഠിച്ചവർ പറയുന്നതനുസരിച്ച് ഇസ്രായേലിന് ഹമാസ് ഒരുക്കിയ അടിസ്ഥാന സൗകര്യങ്ങളെ തുടച്ചു നീക്കുക വലിയ പ്രയാസമാണ്. കാരണം വ്യോമാക്രമണം, കരവഴിയുള്ള ആക്രമണം, പ്രധാന കമാൻഡർമാരെ ഇല്ലായ്മ ചെയ്യുന്ന ലക്ഷ്യം വച്ചുള്ള ആക്രമണം, തുരങ്കങ്ങൾ തകർക്കുക, ഇവയെല്ലാമാണ് അവർക്ക് ചെയ്യാനാവുക. ഹമാസ് ഉണ്ടാക്കിയ വിപുലമായ നെറ്റ്വർക്ക് പൂർണ്ണമായും ഇതിലൂടെ തകരുന്നില്ല. കാരണം തീർത്തും നഗര അന്തരീക്ഷത്തിലാണ് ഹമാസ് അവരുടെ പ്രവർത്തനം നടത്തുന്നത്. അതിലെ അംഗങ്ങൾ സാധാരണ ആളുകൾക്കിടയിൽ താമസിക്കുകയാണ്. അതിനാൽ ഹമാസിന്റെ നാശം പ്രയാസകരമാണ്. ഗാസ മെട്രോ എന്ന് പരിഹാസ പേരോടെ വിളിക്കുന്ന ഭൂഗർഭ തുരങ്കങ്ങൾ അവർക്കുണ്ട്. ഇവിടെ ശക്തമായ ആയുധങ്ങളും ആയുധപ്പുരകളും സൂക്ഷിച്ചിട്ടുണ്ട്. ചിന്തിക്കാൻ പോലും കഴിയാത്ത നാശനഷ്ടവും ആൾനാശവും വരുത്തിയാൽ മാത്രമേ ഈ സംവിധാനങ്ങളെ ഇസ്രയേലിന് തകർക്കാൻ കഴിയൂ. ഹമാസിന്റെ ആരംഭം 1987 ഇസ്രയേലിന്റെ അധിനിവേശത്തിനെതിരെ അഹമ്മദ് യാസീൻ എന്ന മതപണ്ഡിതനാണ് ഹമാസ് സ്ഥാപിച്ചത്. 90കളിൽ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനും യാസർ അറാഫത്തിന്റെ ഫത്താ പാർട്ടിയും ഇസ്രയേൽ പലസ്തീൻ പ്രശ്നങ്ങൾക്ക് പരിഹാരമായുള്ള ദ്വിരാഷ്ട്രവാദം അംഗീകരിച്ചെങ്കിലും അത് അംഗീകരിക്കാതെ പോരാട്ട വഴി മുന്നോട്ട് പോയ സംഘമാണ് ഹമാസ്. 2006 പലസ്തീൻ ലെജിസ്ലേറ്റീവ് തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിച്ചത് മുതൽ പലസ്തീൻ രാജ്യത്തിനായി ഏറ്റുമുട്ടൽ നടത്തുകയാണ് സംഘടന. ഇതിനെതിരെ ശക്തിയോടെ തിരിച്ചടിക്കുന്നുണ്ട് ഇസ്രയേൽ. എന്നാൽ ഗാസയിലടക്കം നടത്തുന്ന ആക്രമണങ്ങൾ നിർത്താൻ ഇസ്രയേലിന് അന്താരാഷ്ട്ര സമ്മർദ്ദം ഏറുകയാണ്. മനുഷ്യക്കൂട്ടക്കുരുതി ആരോപണം UN-ൽ നിന്നും നേരിടുന്നവരാണ് ഇസ്രയേൽ ഭരണകൂടം. ഐക്യരാഷ്ട്രസഭ മാത്രമല്ല, യൂറോപ്യൻ യൂണിയൻ, അവരുടെ സഖ്യരാജ്യങ്ങൾ, എന്തിന് സഹായമായി ഒപ്പമുള്ള അമേരിക്ക വരെ വെടിനിർത്തൽ വേണമെന്ന് ആവശ്യപ്പെടുന്നു. പതിറ്റാണ്ടുകൾ നീണ്ട പ്രശ്നത്തിന് മനുഷ്യക്കൂട്ടക്കുരുതി ഇല്ലാതെ പ്രതിവിധി കാണണം എന്ന് ലോകമാകെ ആവശ്യപ്പെടുന്നുണ്ട് ഇസ്രയേലിനോട്. ജർമ്മനി, ഫ്രാൻസ്, UK, പോർച്ചുഗൽ, ബെൽജിയം, ഓസ്ട്രേലിയ അടക്കം പല രാജ്യങ്ങളും ഇതിനായി ദ്വിരാഷ്ട്രവാദം അംഗീകരിച്ചുള്ള പലസ്തീനെ അംഗീകരിച്ചു കഴിഞ്ഞു. സ്വന്തം ജനങ്ങളും എതിര്. രാജ്യങ്ങൾ മാത്രമല്ല, സ്വന്തം ജനതയും ഇസ്രയേൽ ഭരണകൂടത്തോട് യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. തടവിലാക്കപ്പെട്ടവരുടെ മോചനവും അവർ ആവശ്യപ്പെടുന്നു. ഇതിനായി രാജ്യ തലസ്ഥാനമായ ടെലവീവ്, ഹൈഫ, ജെറുസലേം എന്നീ നഗരങ്ങളിൽ പ്രകടനങ്ങളും നടന്നു. ഗവേഷകർ കണക്കുകൂട്ടുന്നത് പ്രകാരം ഇരു വിഭാഗങ്ങളും പോരാട്ടം ആരംഭിച്ച ശേഷം 65,000-ഓളം പേർ മരിച്ചു. ഇതിലേറെയും സ്ത്രീകളും കുട്ടികളുമാണ്. ഈ വിവരം പങ്കുവച്ച വലിയ തോതിൽ ഹമാസിന് ആളെ ചേർക്കാൻ സാധിക്കുന്നുമുണ്ട്. ഇവർ മരണം വരെ പോരാട്ടം എന്ന നയം സ്വീകരിച്ച് ഏറ്റുമുട്ടലിന് എത്തുന്നതായതിനാൽ ജനങ്ങളെ ഇല്ലാതാക്കി ഗാസയിലടക്കം വിജയം നേടാൻ ഇസ്രയേലിന് കഴിയുന്ന കാര്യം ബുദ്ധിമുട്ടാണെന്ന് തന്നെയാണ് അന്താരാഷ്ട്ര വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്.